ജയശങ്കർ ടെലിഫോണിൽ. ശ്രീ ജയശങ്കർ, അങ്ങേക്ക് അറിയാവുന്ന സ്ഥലം തന്നെയാണ് വഞ്ചിയൂരൊക്കെ. ഇത്ര തിരക്കേറിയ സ്ഥലമാണ്. അവിടെയാണ് ഒരു ഭാഗം മുഴുവൻ അങ്ങ് അടച്ച് വിശാലമായ പരിപാടിയൊക്കെ നടക്കട്ടെ, നാടകമൊക്കെ നടക്കാനുള്ള നല്ല കാര്യം. പക്ഷേ ഇങ്ങനെയാണോ ആളുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വേണോ ഒരു ഏരിയ സമ്മേളനവും പരിപാടികളും ഒക്കെ? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അത്. ഒരിക്കലും റോഡ് ഉപരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ വഴി അടച്ചു കെട്ടിക്കൊണ്ട് ഒരു പാർട്ടിയുടെ, അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഭരിക്കുന്ന പാർട്ടിയുടെ ആയിക്കോട്ടെ, പ്രതിപക്ഷ പാർട്ടിയുടെ ആയിക്കോട്ടെ, ഭരണത്തിലും പ്രതിപക്ഷത്തും ഇല്ലാത്ത പാർട്ടിയുടെ ആയിക്കോട്ടെ, ഏത് പാർട്ടിയുടെ ആണെങ്കിലും അങ്ങനെ നടത്താൻ പാടില്ല. അത് ഭരിക്കുന്ന പാർട്ടിക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം അവരെ ജനങ്ങൾ വിശ്വസിച്ച് ഭരണം ഏൽപ്പിച്ചത് നിയമവാഴ്ച നടപ്പാകും, നീതി നടപ്പാകും എന്ന വിശ്വാസത്തിലോ തെറ്റിദ്ധാരണയിലോ ആയിരിക്കും. പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കും, പോലീസ് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. അവർക്കിത് അറിയേയില്ല എന്നാണ് പറയുന്നത്. അവരുടെ മുമ്പിലാണ് ഇന്നലെ മുഴുവൻ ഈ സ്റ്റേജ് സാമഗ്രികളൊക്കെ കൊണ്ടുപോയി വെക്കുന്നതും ഇന്ന് സ്റ്റേജ് കെട്ടുമൊക്കെ ചെയ്യുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ കഷ്ടപ്പെട്ടതെന്ന് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കിതൊന്നും അറിയില്ല അത്ര. പോലീസുകാരെ സംബന്ധിച്ചോളം പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം പ്രതികരിച്ച പോലീസുകാരന് അടുത്ത ആഴ്ച മാഞ്ചേശ്വരത്ത് നിന്നായിരിക്കും ശമ്പളം മേടിക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ പോലീസുകാർക്കും ഇതിനോട് അംഗീകരിക്കാൻ പറ്റുന്നതുകൊണ്ടല്ല, അഭിനയിക്കുന്നതുകൊണ്ടുമല്ല, നിവൃത്തികേട് കൊണ്ടാണ് അവരിത് ശരിയാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും വളരെ അനഭിലഷണീയമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇന്നിപ്പോ വഞ്ചിയൂര് നടന്നു വെച്ച് നാളെ മറ്റു സ്ഥലങ്ങളിൽ നടക്കും. ഇന്ന് CPM-കാർ ചെയ്തു എന്നുള്ളത് നാളെ കോൺഗ്രസ്സുകാർ ഇത് ഒരു കീഴ്വഴക്കമായിട്ട് എടുക്കും. പിന്നെ എല്ലാ പാർട്ടികളും ഇങ്ങനെ ഒന്ന് എടുക്കും. നമ്മുടെ നാട്ടിൽ വേദിയിൽ പങ്കെടുക്കാൻ പോകുന്നത് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. ഈ തടസ്സപ്പെടുത്തി നിർമ്മിച്ച വേദിയിൽ പരിപാടിയിൽ പങ്കെടുക്കാനും പോകുന്നു വൈകുന്നേരം. അത് മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ ആശീർവാദത്തോടെ ഇതൊക്കെ നടക്കുന്നത്. ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ തൊട്ടടുത്ത് മൂക്കിന് താഴെയല്ലേ നടക്കുന്നത്. മുഖ്യമന്ത്രി ഒരു ഉത്തരവാദിത്വമില്ല, അതേപോലെ പോലീസ് വകുപ്പ് ഭരിക്കുന്നത്. അതിന്റെ പാർട്ടിയിൽ ഇത് നടത്തുന്നത് അദ്ദേഹം പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗം കൂടിയല്ലേ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഭരിക്കുന്ന പാർട്ടിക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ആളുകൾ ഉത്തരവാദിത്വം പറയണം. ഇതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ട്, അതുപോലെ ക്രമസമാധാന പരിപാലനത്തിന് പോലീസ് നേരിടുന്ന പ്രയാസം, ഇതൊക്കെ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പാർട്ടി തെറ്റ് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.